ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു ദിക്രി ബഅദ സ്വലാത്തി. നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റിനെ കുറിച്ച് പറയുന്ന ബാബാണ്. അൽ ഫസ്ലുൽ അവ്വൽ, ഒന്നാമത്തെ ഫസ്ൽ. അൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ ഖാൽ കുന്തു, ഞാനായിരുന്നു, ആരിഫു, അറിയുന്നവരായിരുന്നു, ഇൻഖിദാ സ്വലാത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിസ്കാരം കഴിഞ്ഞു കിടക്കലിന് ഞാൻ അറിയുന്നവരായിരുന്നു. ബിത്തക്ബീരി, തക്ബീർ കൊണ്ട് ഞാൻ അറിയുമായിരുന്നു. തക്ബീർ കൊണ്ടാണ് ഞാൻ അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്. തക്ബീർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ നിസ്കാരത്തിന് ശേഷമുള്ള സാധാരണ തക്ബീറാണ്, ദിക്റുകളാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് തക്ബീർ ചൊല്ലാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ തക്ബീർ കൊണ്ട് ഉദ്ദേശം മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ദിക്ർ, തക്ബീറോ തഹ്മീദോ അങ്ങനെ എന്തെങ്കിലും പറയുമായിരുന്നു. അപ്പോൾ നമുക്ക് അറിയും നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്. കുറേ ആളുകൾ ഉണ്ടാവുമ്പോഴാണ് ഈ പറയുന്നത്. അന്ന് ഇബ്നു അബ്ബാസ് എന്നവർ നല്ലോണം പിന്നിലായിരുന്നു. എല്ലാ സമയത്തും പിന്നിലാവണമെന്നില്ലല്ലോ. പിന്നിലായപ്പോഴുള്ള അവസ്ഥയാണ് പറയുന്നത്. മുത്തഫഖുൻ അലൈഹി, മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. അൻ ആയിഷത റളിയല്ലാഹു അൻഹ ഖാലത്ത്, അവർ പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു, ഇദാ സല്ലമ, സലാം വീട്ടിയാൽ, ലം യഖഉദ്, അവർ ഇരിക്കൂല, ഇല്ല മിഖ്ദാറ മാ യഖൂലു, അവർ പറയുന്ന ഒരു ഖദർ അല്ലാതെ ഇരിക്കൂല. അല്ലാഹുമ്മ അൻത സലാം വമിൻക സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് പറയുന്ന ഒരു സമയം ഇരിക്കുള്ളൂ. റവാഹു മുസ്ലിം. ഈ ഹദീസിനെ മുസ്ലിം എന്നവർ റിവായത്ത് ചെയ്തു. അല്ലാഹുമ്മ, അല്ലാഹുവേ, അൻതസ്സലാമു, നീയാണ് രക്ഷകൻ, വമിൻകസ്സലാമു, നിൻ്റെ ഭാഗത്തു നിന്നാണ് രക്ഷ, തബാറക്ത, നീ ബറക്കത്തുടയവനാണ്, അഥവാ ബറക്കത്ത് നല്ലോണം ചെയ്യുന്നവനാണ്, അല്ലെങ്കിൽ നീ ഉന്നതനാണ്, മേലെയായവനാണ്, അങ്ങേയറ്റത്തുള്ളവനാണ്, ആരാധിക്കാനും വഴിപ്പെടാനും അവനാണ് മേലെയായവൻ, അല്ലെങ്കിൽ മഖ്ലൂഖിൻ്റെ സിഫത്തുകൾ തൊട്ട് അവൻ മേലെയായവനാണ്, അല്ലെങ്കിൽ ളാലിമീങ്ങൾ പറയുന്ന ഒരു കാര്യത്തെ തൊട്ട് അവൻ മേലെയായവനാണ്, അവൻ ഉന്നതനാണ്. യാദൽ ജലാലി വൽ ഇക്റാം, വളർമയും ആദരവും ഉടയ റബ്ബേ. വഅൻ സൗബാന റളിയല്ലാഹു അൻഹു ഖാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദൻ സ്വറഫ മിൻ സ്വലാത്തിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിസ്കാരത്തിൽ നിന്നും പിരിഞ്ഞാൽ ഇസ്തിഗ്ഫാർ ചൊല്ലും, സലാസൻ, 3 പ്രാവശ്യമായ നിലയിൽ. വഖാല, അവർ പറയുകയും ചെയ്യും, അല്ലാഹുമ്മ അൻതസ്സലാമു വമിൻകസ്സലാമു തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. റവാഹു മുസ്ലിം. ഈ ഹദീസിനെ മുസ്ലിം എന്നവർ റിവായത്ത് ചെയ്തു. വഅനിൽ മുഗീറത്തി ബിനി ശുഅബത റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, കാന, അവരായിരുന്നു, യഖൂലു, പറയുന്നവരായിരുന്നു, ഫി ദുബുരി കുല്ലി സ്വലാത്തിൻ മക്തൂബത്തിൻ, ഫർളാക്കപ്പെട്ട എല്ലാ നിസ്കാരത്തിൻ്റെയും പിറകിലായിട്ട് അവർ പറയുമായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ യഥാർത്ഥ മഅബൂദില്ല, ഹഖായ മഅബൂദില്ല, വഹ്ദഹു, അവൻ തന്നെ തനിച്ചായ നിലയിൽ, ലാ ശരീക ലഹു, അവൻക്ക് പങ്കുകാരില്ല. അള്ളാഹുവിൻ്റെ പ്രവൃത്തികളുടെയും സിഫത്തുകളുടെയും വിഷയത്തിൽ അള്ളാഹുവിനിക്ക് ശരീക്കില്ല. ലഹുൽ മുൽക്കു, അള്ളാഹുവിനിക്ക് മാത്രമാണ് രാജാധികാരം, മറ്റുള്ളവർക്കല്ല. വലഹുൽ ഹംദു, അള്ളാഹുവിനിക്ക് മാത്രമാണ് സർവസ്തുതിയും. വഹുവ, അല്ലാഹു സുബ്ഹാനഹു വ തആല, അലാ കുല്ലി ഷൈഇൻ, എല്ലാ ഷൈഇൻ്റെ മേലും, സർവ്വതിൻ്റെ മേലിലും, ഖദീറുൻ, കഴിവുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇറാദത്ത് ബന്ധിക്കുമ്പോൾ അതുണ്ടാകും. അല്ലാഹു തആല എന്താണോ ഉദ്ദേശിച്ചത് അതുടനെ നടപ്പാകും. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ മാനിഅ ലിമാ അഅ്തൈത, നീ നൽകിയ ഒന്നിനെ തടുക്കാൻ പറ്റൂല. ലാ മാനിഅ, വിലങ്ങുന്നവനില്ല, ലിമ, ഒന്നിനെ, അഅ്തൈത, ആ ഒന്നിനെ നീ നൽകി. അതെന്താണ്? അള്ളാഹുവിനെ ത്വാഅത്ത് ചെയ്യുന്നതിൻ്റെ മേലുള്ള തൗഫീഖ്, ബർക്കത്തിലാണ് കൊടുത്തണം. മിന തൗഫീഖ് അല ത്വാഅത്തി വലാ മുഅ്തിയ ലിമാ മനഅത,
നീ വിലങ്ങിയ ഒന്നിനെ നൽകുന്ന ആളുമില്ല. തെറ്റുകളിൽ നിന്നുള്ള സുരക്ഷിതത്വം, അതാണ് വിലങ്ങിയത്. വലാ യൻഫഉ ദൽ ജദ്ദി, മുതലുള്ളവർക്ക് ഉപകാരമാവുകയില്ല. മിങ്ക, നിൻ്റെ അടുക്കൽ, അൽ ജദ്ദു, മുതൽ ഉപകാരമാവുകയില്ല. അല്ലെങ്കിൽ അവൻ്റെ പരിശ്രമം, കഠിനാധ്വാനം, ഇൽമിലും അമലിലും അവൻ്റെ സ്ഥാനത്തിലും മുതലിലും ഇതൊക്കെയുള്ള അതിൻ്റെ സ്വാഹിബിനിക്ക് ഉപകാരമാവുകയില്ല. മിങ്ക, നിൻ്റെ അദാബിനെ തൊട്ട്, അൽ ജദ്ദു, അവൻ്റെ പരിശ്രമം, അവൻ്റെ കഠിനാധ്വാനം, അവൻ്റെ അമല്, ഇൽമ്, അവൻ ചെയ്ത ഒന്നും അള്ളാഹുവിൻ്റെ ശിക്ഷയെ തടുക്കാൻ കഴിയൂല. അത് അല്ലാഹ് ഔദാര്യമായി നൽകണം. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട്, അവൻ്റെ ഫള് കൊണ്ട് അവൻ അതിനൊക്കെ പ്രതിഫലം നൽകണം, സ്വീകരിക്കണം എന്നല്ലാതെ ഇതൊന്നും അള്ളാൻ്റെ അടുക്കൽ വലിയ സംഭവം ഒന്നാവില്ല എന്നാണ് മിർഖാത്തിലൊക്കെ അതിൻ്റെ വിശദീകരണം കൊടുത്തത്. وعن عبد الله بن الزبير رضي الله عنه قال كان رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു ഇദാ സല്ലമ സലാം വീട്ടിയാൽ മിൻ സ്വലാത്തിഹി അവരുടെ നിസ്കാരത്തിൽ നിന്നും യഖൂൽ അവർ പറയും ബിസൗതിഹിൽ അഅല ഉച്ചത്തിലുള്ള ശബ്ദം കൊണ്ട് പറയും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇനിയുണ്ട് ലാ ഹൗല, അല്ലാഹുവിനേക്ക് തെറ്റ് ചെയ്യലിനെ തൊട്ട് തെറ്റലില്ല. വലാ ഖുവ്വത, അള്ളാഹുവിനിക്ക് വഴിപ്പെടുന്നതിൻ്റെ മേലിൽ ഖുവ്വത്തുമില്ല. ഇല്ലാ ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. അള്ളാഹു തആല പാപ സുരക്ഷിതത്വം നൽകൽ കൊണ്ടും നമുക്ക് അള്ളാഹുവിനക്ക് വഴിപ്പെടാൻ സഹായിക്കൽ കൊണ്ടും. ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു, നാം അവനെ അല്ലാതെ ആരാധിക്കുന്നില്ല, അള്ളാഹുവിനെ അല്ലാതെ നാം ആരാധിക്കുന്നില്ല. ലഹു നിഅമതു, എല്ലാ നിഅമത്തും, നിഅമത്തിൻ്റെ വർഗം അള്ളാഹ്ക്കാണ്. എല്ലാ നിഅമത്തും അള്ളാഹിൻ്റെ അടുക്കലാണ്. വലഹുൽ ഫളുലു, അവനിക്കാണ് എല്ലാ ഔദാര്യം ചെയ്യലും. അങ്ങനെ ഔദാര്യം ചെയ്യുക, അടിമകൾ ചെയ്യുന്ന പ്രവൃത്തികളെ സ്വീകരിക്കൽ കൊണ്ടും അടിമകളുടെ മേലിൽ അവൻ ധാരാളം ഔദാര്യം ചെയ്യൽ കൊണ്ടും. വലഹുസ്സനാഉൽ ഹസനു, അവനിക്കാണ് മെച്ചമായ പുകഴ്ത്തൽ, നല്ല പുകഴ്ത്തൽ അവൻ്റെ ദാത്തിൻ്റെ മേലിലും സിഫത്തിൻ്റെ മേലിലും ഫിഅലുകളുടെ മേലിലും അവൻ്റെ നിഅമത്തുകളുടെ മേലിലും എല്ലാ സമയവും അവൻ നൽകിക്കൊണ്ടിരിക്കുന്ന നിഅമത്തുകളുടെ മേലിലും അവനിക്കാണ് മെച്ചമായ പുകഴ്ത്തൽ. അവനിക്ക് മാത്രമാണ്, വേറെ ആർക്കും ഇങ്ങനെ ഒരു സിഫത്തുകളും ഫിഅലുകളും മറ്റൊന്നുമില്ലല്ലോ. അവനല്ലേ ഏറ്റവും സനാഇന് അർഹതപ്പെട്ടവൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഖ്ലിസീന ലഹുദ്ദീൻ, മുഖ്ലിസീന, ഞാൻ തന്നെ തനിപ്പിക്കുന്നവനായ നിലയിൽ, ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുന്നവനായ നിലയിൽ, ഇഖ്ലാസോടുകൂടെ ചെയ്യുന്നവനായ നിലയിൽ, ലഹു, അള്ളാഹുവിനിക്ക്, അദ്ദീന, അള്ളാഹുവിനിക്ക് വഴിപ്പെടലിനെ അള്ളാഹുവിനിക്ക് ഇഖ്ലാസോടുകൂടെ ചെയ്യുന്നവനായ നിലയിൽ ഞാനിത് ചൊല്ലുന്നു. വലൗ കരിഹൽ കാഫിറൂൻ, കാഫിരീങ്ങൾ മുഴുവനും വെറുത്താലും വേണ്ടില്ല, നാം മുഖ്ലിസീങ്ങളായി അള്ളാഹുവിനിക്ക് വഴിപ്പെടുമ്പോൾ, നാം ഇബാദത്ത് ചെയ്യുമ്പോൾ, നാം മുവഹിദീങ്ങളായപ്പോൾ അവർ കാഫിരീങ്ങൾ നമ്മെ വെറുത്താലും വേണ്ടില്ല, നാം മുഖ്ലിസീങ്ങളായ രീതിയിൽ അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കും. റവാഹു, ഈ ഹദീസിനെ റിവായത്ത് ചെയ്ത മുസ്ലിം എന്നവർ. വഅൻ സഅദിൻ റളിയല്ലാഹു അൻഹു അന്നഹു, നിശ്ചയം അവർ കാന ആയിരുന്നു യുഅല്ലിമു ബനീഹി, അവരുടെ മകനിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവരായിരുന്നു. ഹഉലാ ഇൽ കലിമാത്ത്, ഈ കലിമത്തുകൾ. വയഖൂൽ, അവർ പറയും ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന അവരായിരുന്നു യതഅവ്വദു ബിഹിന്ന, ഇവകളെ കൊണ്ട് കാവൽ ചോദിക്കുന്നവരായിരുന്നു. ദുബറ സ്വലാത്തി, നിസ്കാരത്തിൻ്റെ പിറകിലായിട്ട്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക മിനൽ ജുബ്ൻ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബ്ൻ എന്നതുകൊണ്ട് കാവൽ തേടുമായിരുന്നു. അല്ലാഹുവേ, നിശ്ചയം ഞാൻ അഊദു ബിക, നിന്നോട് കാവൽ തേടുന്നു, മിനൽ ജുബ്നി, ഭീരുത്വത്തെ തൊട്ട്, പേടിയെ തൊട്ട്. അഊദു ബിക, നിന്നോട് കാവൽ തേടുന്നു, മിനൽ ബുഖ്ലി, പിഷ്കിനെ തൊട്ട്. അഊദു ബിക, നിന്നോട് കാവൽ തേടുന്നു, മിൻ അർദലിൽ ഉമൂർ, വയസ്സിൻ്റെ അവശതയെ തൊട്ടും, വാർദ്ധക്യവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന അവശതയെ തൊട്ടും ഞാൻ കാവൽ ചോദിക്കുന്നു. ഉംർ എന്നൊക്കെ വായിക്കാം, മറ്റേത് മേലെ ബുഖൂൽ എന്ന.
വഅഊദുബിക നിന്നോട് കാവൽ ചോദിക്കുന്നു മിൻ ഫിത്നത്തി ദുനിയ ദുനിയാവിൻ്റെ ഫിത്നയെ തൊട്ട്. ദുനിയാവിൽ പല ഫിത്നകളുണ്ടാവുമല്ലോ. ദുനിയാവിൻ്റെ സുഖങ്ങളിൽ ആഖിറത്ത് മറന്നുകൊണ്ട് ആവശ്യത്തിൻ്റെ ഖദറിലേറെ ദുനിയാവിനെ പിടിച്ചുകൊണ്ട് ആഖിറ നഷ്ടത്തിലാകുക, അത് ഫിത്നയല്ല ദുനിയാവിൻ്റെ. വഅദാബിൽ ഖബരി ഖബറിൻ്റെ അദാബിനെ തൊട്ടും ഞാൻ കാവൽ ചോദിക്കുന്നു. റവാഹു ഈ ഹദീസിനെ റിവായത്ത് ചെയ്ത ബുഖാരി എന്നിവർ. വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ ഇന്ന ഫുഖറാ അൽ മുഹാജിരീൻ മുഹാജിരീങ്ങളായ ഫഖീറന്മാർ വന്നു അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ വന്നു. പാവപ്പെട്ട ആൾക്കാർ. ഫഖാലു എന്നിട്ടവർ പറഞ്ഞു, ഖദ് ദഹബ അഹ്ലു ദുസൂർ പണക്കാരെല്ലാവരും പോയി നബിയെ. വിദ്ദറജാത്തിലൂല വലിയ വലിയ സ്ഥാനങ്ങളുമായിട്ട് ഓര് പോയി. അഥവാ പണക്കാർ കൊണ്ടുപോയി. ബിദ്ദറജാത്തിൽ ഉല ഉന്നതമായ സ്ഥാനത്ത് ഓര് കൊണ്ടുപോയല്ലോ നബിയെ, ഞമ്മക്കില്ലാലോ. വന്നഈമിൽ മുഖീമി നിത്യമായ നിഅമത്തിനെയും അവർ കൊണ്ടുപോയല്ലോ. അതേതാ നിത്യമായ ജീവിതം, അത് സ്വർഗത്തിലല്ലേ, സ്വർഗത്തെ ഓല് കൊണ്ടുപോയല്ലോ എന്ന് പറഞ്ഞു. ഫഖാല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വമദാക അതെന്തേ അങ്ങനെ പറയാൻ കാരണം? ഖാലു അവർ പറഞ്ഞു, യുസല്ലൂന അവർ നിസ്കരിക്കും പണക്കാർ, കമാ നുസല്ലി നമ്മൾ നിസ്കരിക്കണ മാതിരി, വയസൂമൂന അവർ നോമ്പെടുക്കും, കമാ നസൂമു നമ്മൾ നോമ്പ് വെക്കുന്നത് പോലെ, വയതസദ്ദഖൂന അവർ സ്വതക്ക ചെയ്യും, വല നതസദ്ദഖു നമ്മൾ സ്വതക്ക ചെയ്യൂല, നമ്മളിൽ പണമില്ല, വയുഅ്തിഖൂന അവർ അടിമയെ മോചിപ്പിക്കും, വല നുഅ്തിഖു നമ്മൾ അടിമയെ മോചിപ്പിക്കൂല, നമ്മളെ അതിനുള്ള പൈസ ഇല്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫലാ ഉഅല്ലിമുക്കും ഷൈഅൻ ഞാനൊരു കാര്യത്തെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ, അറിയിച്ചു തരട്ടെ, തുദ്റകൂന ബിഹി മിൻ സബഖിക്കും തുദ്രിക്കൂന നിങ്ങൾ എത്തിക്കും, ബിഹി ആ ഒരു കാര്യം കൊണ്ട്, മൻ ഒരുത്തരെ, സബഖക്കും നിങ്ങൾക്ക് മുൻപുള്ള ഒരുത്തരെ നിങ്ങൾ എത്തിക്കും, അഥവാ അവർക്ക് കിട്ടിയ കൂലി പോലെ നിങ്ങൾക്കും കിട്ടും. തുസ്ബിഖൂന നിങ്ങൾ മുൻകടക്കും, ബിഹി ഈ ഷൈഅ കൊണ്ട്, മൻ ഒരുത്തരെ, ബഅദക്കും നിങ്ങൾക്ക് ശേഷമുള്ള ഒരുത്തരെ മുൻകടക്കും, അവരിലേറെ നിങ്ങൾക്കും കിട്ടും. വലാ യകൂനു അഹദുൻ ഒരുത്തരും ആവൂല, അഫ്ളല മിൻകും നിങ്ങളെക്കാളും ഉത്തമരാകുകയില്ല, ഇല്ലാ മൻ സ്വനഅ മിസ്ല മാ സ്വനഅതും നിങ്ങൾ പ്രവർത്തിക്കണ പോലെ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഒഴികെ, ഓൽക്കത് കിട്ടും. ഖാലു അവർ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതെ നബിയെ നമ്മൾ ചെയ്യാം. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തുസബ്ബിഹൂന തസ്ബീഹ് ചൊല്ല, വതുകബ്ബിറൂന തക്ബീർ ചൊല്ല, വതുഹമ്മിദൂന തഹ്മീദ് ചൊല്ല, ദുബറ കുല്ലി സ്വലാത്തിൻ എല്ലാ നിസ്കാരത്തിന് ശേഷവും പുറകിലായിട്ട്, എല്ലാ ഫർളാക്കപ്പെട്ട നിസ്കാരത്തിന് ശേഷവും, 33 മറത്തൻ 33 പ്രാവശ്യം. ഖാല അബൂ സ്വാലിഹ് എന്നവർ പറയാണ്, ഫറജഅ ഫുഖറാഉൽ മുഹാജിരീന മുഹാജിരീങ്ങളായ ഫഖീറന്മാർ മടങ്ങി വന്നു, ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗദത്തിലേക്ക് വന്നു. ഫഖാലു അവർ പറഞ്ഞു, സമിഅ ഇഖ്വാനന നമ്മുടെ ഇഖ്വാന് നമ്മുടെ സഹോദരന്മാരെ കേട്ട്, അഹ്ലൽ അംവാലി മുതലുകളുടെ അഹ്ലുകാരായ നമ്മുടെ ഇഖ്വാനുകളെ കേട്ടു, ബിമാ ഒരു കാര്യം കൊണ്ട് കേട്ട്, ഫഅൽന നാം പ്രവർത്തിക്കുന്ന ഒരു കാര്യം കൊണ്ട് കേട്ടു, ഫഫഅലു അവരും പ്രവർത്തിച്ചു, മിസ്ലഹു അത് പോലോത്തതിന് ആ ഒരു കാര്യം നമ്മൾ പ്രവർത്തിക്കണ പോലത്തൊരു കാര്യത്തെ ഓരും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഓലക്കാട്ടിയും പദവി കിട്ടാൻ വേണ്ടിയിട്ട് ഓർക്ക് പൈസ ഉള്ളതുകൊണ്ട് ഒരു സ്വതക്ക ചെയ്യുന്നുണ്ട്, അടിമകളെ മോചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരെ സ്ഥാനത്ത് എത്താൻ എന്താ വഴി? നമുക്ക് പൈസ ഇല്ലല്ലോ, ഓർക്ക് കിട്ടുന്ന പോലെ കൂലി നമുക്കും വേണ്ടേ? അപ്പോൾ അതിനുള്ള വഴിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തത്. ഇപ്പോഴോ അവരും അതുപോലെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്താ ചെയ്യുക? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ദാലിക ഫദ്ലുല്ലാഹ് അത് അള്ളാൻ്റെ ഔദാര്യമാണ്. മുതലുകൾ കൊടുക്കുക എന്നത് അള്ളാഹ് ഉദ്ദേശിച്ച ആൾക്ക് അള്ളാഹ് കൊടുക്കും. അതാ പറഞ്ഞ് യുതി അല്ലാഹു സുബ്ഹാനഹു തആല നൽകും, ഹേ ആ ഫദ്ലിനെ മൻ ഒരുത്തർക്ക് യശാഉ അള്ളാഹു ഉദ്ദേശിച്ച ഒരുത്തർക്ക് കൊടുക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും, ചിലപ്പം വേറെ ആൾക്കായിരിക്കും. മുതലങ്ങനെ നിലനിൽക്കൂലല്ലോ, വരും പോവും അങ്ങനെ ഉണ്ടാവും. അത് അള്ളാൻ്റെ ഔദാര്യമാണ്. മുത്തഫഖുൻ അലൈഹി
ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്. വലൈസ ഖൗലു അബി സ്വാലിഹൻ, അബൂ സ്വാലിഹ് എന്നൊരു ഖൗലല്ല, ഇലാ ആഖിരിഹി അവരുടെ ഖൗലിൻ്റെ അവസാനം വരെ, മൂപ്പര് പറഞ്ഞതിൻ്റെ അവസാനം വരെ. ഫറജഅ ഫുഖറാഊന്ന് തുടങ്ങിയിട്ട് മയ്യഷാ വരെ, അതുവരെ ഇല്ല ഇന്ദ മുസ്ലിമിൻ, മുസ്ലിം എന്നവരടുക്കലല്ലാതെ ഇല്ല. മുത്തഫഖുൻ അലൈഹി പറയുമ്പോൾ രണ്ടാളും റിപ്പോർട്ട് ചെയ്തതാണല്ലോ, ബുഖാരി ഇമാമോ മുസ്ലിം ഇമാമോ. അപ്പോൾ മുസ്ലിം എന്നവർ റിപ്പോർട്ട് ചെയ്തതിൽ ഈ അബൂ സ്വാലിഹ് എന്നവർ പറഞ്ഞു എന്ന് പറഞ്ഞതിന് ശേഷമുള്ളതൊന്നും ഇല്ല, ബാക്കിയൊക്കെ ഉണ്ട്. വഫീ റിവായത്തിൽ ബുഖാരി, ബുഖാരി എന്നവർക്കുള്ള റിവായത്തിലുണ്ടാവും തുസബ്ബിഹൂന നിങ്ങൾ തസ്ബീഹ് ചൊല്ലുക, ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ എല്ലാ നിസ്കാരത്തിൻ്റെ പിറകിലായിട്ട്, ആശറൻ 10 സ്വലാത്തിന് ചൊല്ലുക, വതുഹമ്മിദൂന നിങ്ങൾ ഹംദും ചൊല്ലുക, ആശറൻ 10 പ്രാവശ്യം, വതുകബ്ബിറൂന ആശറൻ 10 പ്രാവശ്യം തക്ബീറും ചൊല്ലുക എന്നാണുള്ളത്. ബദല 33 നമ്മൾ നേരത്തെ പറഞ്ഞാൽ 33 എന്ന് പറഞ്ഞല്ലോ, ആ സ്ഥാനത്ത് ഇങ്ങനെയാണ് ബുഖാരി ഇമാമിൻ്റെ ഹദീസിലുള്ളത്. وعن كعب بن عجرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم മുഅഖിബാത്ത് അടിക്കടി വരുന്ന കലിമത്തുകൾ, ബഅദിന് ശേഷം ബഅദായി വരുന്ന കലിമത്തുകൾ, അല്ലെങ്കിൽ ചില കലിമത്തുകൾ അതിന് സവാബ് പെട്ടെന്ന് കിട്ടും. യുഅഖിബിന സവാബ് എന്ന് പറയുന്നത് മിർഖാത്തിൽ അങ്ങനെ ഒരു ഖൈലുണ്ട്. അല്ലെങ്കിൽ മുഅഖിബാത്ത് എന്ന് പറയാൻ കാരണം നിസ്കാരത്തിൻ്റെ ഉടനെ, ആ കഴിഞ്ഞ ഉടനെ പറയുന്ന ദിക്ർ ആയതുകൊണ്ടാണ് മുഅഖിബാത്ത് എന്ന് പറഞ്ഞതെന്ന് മറ്റൊരു ഖൈല. അങ്ങനെ പല അഭിപ്രായങ്ങളും ഉണ്ട്. ഏതായാലും ഞാൻ ആദ്യം പറഞ്ഞാണ് ഇതിൽ മിർഖാത്തിലൊക്കെ കൊടുത്തിട്ടുള്ളത്. ലാ യഖീബു ഖായിലുഹുന്ന, ആ കലിമത്തുകളെ മുഅഖിബാത്തുകളെ പറയുന്നവൻ നാശത്തിലാവുകയില്ല, നഷ്ടത്തിലാവുകയില്ല, അവൻക്ക് വെറുതെ ആവൂല. ഔ ഫായിലുഹുന്ന, അവയെ പ്രവർത്തിക്കുന്നവൻ, ഇത് ഷക്കുറാവിയാണ്. ഇത് റിവായത്ത് ചെയ്ത ആൾക്ക് ഖായിലുഹുന്ന എന്നാണോ ഫായിലുഹുന്ന എന്നാണോ പറഞ്ഞതെന്ന് സംശയമുണ്ട്. ദുബുറ കുല്ലി സ്വലാത്തിൻ മക്തൂബത്തിൻ, ഫർദാക്കപ്പെട്ട എല്ലാ നിസ്കാരത്തിൻ്റെയും പിറകിലായിട്ട് ഇതിനെ പറയുന്നവൻ നാശത്തിലാവൂല, നഷ്ടത്തിലാവൂല. അങ്ങനത്തെ കലിമത്തുകൾ മുഅഖിബാത്ത് 33 33 തസ്ബീഹത്തൻ തസ്ബീഹുകളാൽ, 33 33 തഹ്മീദത്തൻ ഹംദ് ചൊല്ലലിനാൽ, 34 34 തക്ബീറത്തൻ തക്ബീറിനാലും. അപ്പോൾ തക്ബീർ അല്ല ഹംദ് ചൊല്ല, തസ്ബീഹ് അല്ല, തക്ബീർ 34 എന്നുണ്ടല്ലോ. റവാഹു, ഈ ഹദീസിനെ റിവായത്ത് ചെയ്തു മുസ്ലിം എന്നവർ. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من سبح الله വല്ലവരുത്തനും അള്ളാഹുവിനക്ക് തസ്ബീഹ് ചൊല്ലിയാൽ ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ എല്ലാ നിസ്കാരത്തിന് ശേഷവും എല്ലാ നിസ്കാരത്തിൻ്റെയും പിറകിലായിട്ട് 33 പ്രാവശ്യമായ നിലയിൽ തസ്ബീഹ് ചൊല്ലിയാൽ, വഹമിദ് അള്ളാഹുവിനെ സ്തുതിച്ചാൽ, ഹംദ് ചൊല്ലിയാൽ 33 പ്രാവശ്യമായ നിലയിൽ, വകബ്ബർ അള്ളാഹുവിനക്ക് തക്ബീർ ചൊല്ലിയാൽ 33 പ്രാവശ്യമായ നിലയിൽ ചൊല്ലിയാൽ, ഫതിൽക 99 അത് 99 99 333 കൂടുമ്പോൾ. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തമാമൽ മിഅത്തി 100 പൂർത്തിയാകുന്ന ഒരു കാര്യത്തെ, ഒരു കലിമത്തിനെയും പറഞ്ഞു, അതും കൂടി ചൊല്ലിയാൽ 100 പൂർത്തിയാവും. ഇപ്പോൾ 99 അപ്പോൾ ഖാലൻ്റെ മഫ്ഊലാണ് തമാമ എന്നത്. അതിന് തമാമു റഫ്ഉ കൊണ്ടും പറയാം, മുബ്തദ എന്ന നിലക്ക് എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തമാമുൽ മിഅത്തി 100ൻ്റെ പൂർണ്ണതയാകുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പോൾ എന്തായി? 100 പൂർണ്ണമായി. അപ്പോൾ മുബ്തദാക്കുമ്പോൾ ഇലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങി ആ ദിക്ർ മുഴുവനും ലഫ്മുറാദ് ഖബറാക്കണം. നമ്മൾ ആദ്യം വെച്ചത് 100 പൂർത്തിയാക്കുന്ന ഒരു കാര്യത്തെ, ഒരു കലിമത്തിനെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ പറഞ്ഞു, ബദലോ അത്ബാനോ അങ്ങനെയൊക്കെ ആക്കാം. അല്ലെങ്കിൽ 100 പൂർത്തിയാക്കാൻ വേണ്ടി പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ പറഞ്ഞു മഫ്ഊലാക്കാം. മഫ്ഊലുൻ ബിഹി തമാം മഫ്ഊലുൻ ലഹു. അല്ലെങ്കിൽ കളയപ്പെട്ട മുബ്തദാൻ്റെ ഖബർ ആക്കാം. ആ 100 പൂർത്തിയാക്കുന്ന കാര്യമാകുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് മുഴുവനുമാണ് എന്ന് വെക്കാം.
ഇതിൻ്റെ അർത്ഥം നേരത്തെ പറഞ്ഞല്ലോ ഈ ദിക്റിൻ്റെ. ഗുഫിറത്ത് ഖത്വായാഹു, അവൻ്റെ ദോഷത്തെ മായ്ക്കപ്പെടും, അവൻ്റെ തെറ്റുകളെ പാപങ്ങളെ മായ്ക്കപ്പെടും. വ ഇൻ കാനത്ത്, ആ തെറ്റുകൾ ആണെങ്കിലും മിസ്ല സബദിൽ ബഹരി, കടലിലെ തിരമാലകളെപ്പോലെയാണെങ്കിലും, കടലിലെ തിരമാല പോലെ ധാരാളം തെറ്റുകൾ ഉണ്ടെങ്കിൽ പോലും അതൊക്കെയും ഈ ദിക്റ് ചൊല്ലിയത് കാരണം പൊറുക്കപ്പെടും, മാപ്പ് ചെയ്യപ്പെടും, മായ്ക്കപ്പെടും. റവാഹു, ഈ ഹദീസിനെ റിവായത്ത് ചെയ്തു മുസ്ലിം എന്നവർ.